നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തു പറ്റി എടുത്തി? എനിക്ക് നല്ല സുഖമില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് വരിക. ആശുപത്രി പോയോ? എന്ത് പ്രശ്നം? അമ്മ പെട്ടെന്നൊന്ന് തലചുറ്റി വീണു. എവിടെ വെച്ച്? എന്താ തലറങ്ങി വീണ? എന്താ ഈ വീടിന് പുറത്തു പോകാത്ത അമ്മ ഇവിടെ അല്ലാതെ പിന്നെ വേറെ എവിടെ തലകറങ്ങി വീഴാനാ? അമ്മ തലയിറങ്ങി വീണപ്പോ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നോ? അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളൊരു വാക്ക് ഞങ്ങളോട് പറയാനുള്ള മര്യാദ ഉണ്ടോ എനിക്ക്? കള്ളും കുടിച്ചു വന്ന് മുറി കയറി കതവും പൂട്ടി കിടന്നുറങ്ങിയാൽ വിളിച്ചുണർത്തി കാര്യം ബോധിപ്പിക്കാനൊന്നും പറ്റില്ല. ഞാൻ കള്ളു കുടിച്ചിട്ടില്ലായിരുന്നല്ലോ. എന്റെ മുറി പൂട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല. ഓരോരുത്തരെയായിട്ട് ചെന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോവാൻ ഞങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷന് പോയതൊന്നുമല്ല. അത് ആദ്യം മനസ്സിലാക്ക്. ബോധം കെട്ട് വീണ ഒരാളെയും കൊണ്ട് ആശുപത്രിയിലേക്കാണ് ഞങ്ങൾ പോയത്. ആ ബോധത്തോടെ വേണം ചോദ്യവും പറച്ചിലും ഒക്കെ. അറിയിക്കേണ്ടതാണെങ്കിൽ വിളിച്ചുണർത്തേണ്ടവരെ ഉണർത്തി തന്നെ കാര്യങ്ങൾ അറിയിക്കണം. അല്ലാതെ പെറ്റമ്മയുടെ കാര്യത്തിൽ പോലും നിങ്ങൾ കയറി ഇടപെട്ട് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനം എടുക്കണ്ട. കമ്പനിയിൽ നിന്ന് എന്റെ എല്ലാ അവകാശങ്ങളും വെട്ടി എന്നെ ആട്ടി ഓടിച്ചു. ഇനിയിപ്പോ എന്റെ പെറ്റമ്മയുടെ പേരില് എനിക്കുള്ള അവകാശം കൂടെ ഇയാൾക്കങ്ങ് സ്വന്തമാക്കണമായിരിക്കും അല്ലേ? പ്ലീസ് പ്രണവേ, ഒന്നാമത് അമ്മ വയ്യാതിരിക്കുവോ? പെട്ടെന്ന് പോകേണ്ടി വന്നത് കാരണം ആരോടും പറയാൻ കഴിഞ്ഞില്ല. ദയവേത് ഇനി ഇതൊരു വിഷയമാക്കരുത്. നീ ഞങ്ങൾ ആരും വിവരം അറിയിക്കാതിരുന്നത് മനഃപൂർവ്വമാണെന്ന് ഞങ്ങൾക്ക് അറിയാം. എന്നിട്ട് ഇപ്പൊ അപേക്ഷിക്കാൻ വന്നേക്കുന്നു. ദയവ് ചെയ്ത് വഴക്കിടല്ലേ. എനിക്കിത്തിരി മനസ്സമാധാനം താ. അതൊക്കെ പോട്ടെ. ഡോക്ടർ എന്ത് പറഞ്ഞമ്മേ? ഡോക്ടറോട് സംസാരിച്ചത് ഇവരാ. നീ ഇവരോട് ചോദിക്കേ. ബെസ്റ്റ്. ഇനി അതറിയണമെങ്കിൽ കാലുപിടി ചോദിക്കണമായിരിക്കുമല്ലോ. ചോദിച്ചേക്കാം. അമ്മയ്ക്ക് എന്താണാവോ പ്രശ്നം? വേറെ കുഴപ്പമൊന്നുമില്ല. BP ലോയാ. അതിന്റെ തലകറക്കമാണ് അമ്മയ്ക്ക്. അമ്മായിയമ്മയ്ക്ക് ലോ BP ആണെങ്കിലും മരുമോൾക്ക് ഹൈ BP ആണല്ലോ. നിങ്ങൾ ഈ പറയുന്നതിലൊന്നും എനിക്ക് അത്ര വിശ്വാസം പോരാ. അനി ആനിക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ സത്യമാണെന്ന്? എഴുതി ശരിക്കും എഴുത്തിക്ക് എന്താ പ്രശ്നം? ഇവര് പറഞ്ഞതൊക്കെ എനിക്കും അറിയൂ. എനിക്കൊരു വയ്യായിക വന്ന് അതേ പിടിച്ചു പോലും വഴക്കുണ്ടാക്കാൻ നോക്കുകയാണോ നിങ്ങള്? അമ്മേ, അമ്മ മുറിയിലേക്ക് ചെല്ല്. ഇവിടെ നിന്ന് വെറുതെ ഓരോന്ന് പറഞ്ഞ് ടെൻഷൻ കൂട്ടണ്ട. ഇയാളുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് മാത്രമേ അമ്മയെടുത്ത് സ്നേഹമുള്ളൂ ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്റെ പൊന്നെ, ഒന്ന് അടങ്ങുന്നുണ്ടോ എല്ലാരും? വെറുതെ വഴക്കുണ്ടാക്കാതിരിക്കെ. ആരെങ്കിലും ഒന്ന് ഒച്ച ഉയർത്തിയ എനിക്ക് നെഞ്ചുവേദന എടുക്കുക. ഞങ്ങൾ ചെയ്തത് തെറ്റാ. എല്ലാവരുടെ അനുവാദം വാങ്ങിക്കാതെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു. ദയവേത് ഞങ്ങളോടൊന്ന് ക്ഷമിക്കണം. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. അമ്മേ, വാ, മുറിയിലേക്ക് പോ. ഒരു തലകറക്കത്തിന് ഇത്രയും ഗുളികയുടെയും ചികിത്സയുടെ ഒക്കെ ആവശ്യമുണ്ടോടി മോളെ? ഇതേ വെറും തലകറക്കമല്ല. ടെൻഷൻ കയറി BP കൂടി അമ്മ തന്നെ ഉണ്ടാക്കിയെടുത്ത തലകറക്കമാണ്. അതിന് ചിലപ്പോ ഇതിലും കൂടുതൽ ഗുളിക കഴിക്കേണ്ടി വരും. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാം. ആന്റി ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. നിങ്ങളിതുവരെ ഉറങ്ങിയില്ലേ? എനിക്ക് അമ്മയൊന്ന് കാണണമെന്ന് തോന്നി, അതാ വന്നത്. സോറി ആന്റി. ആന്റി ഞങ്ങളോട് ക്ഷമിക്കണം. പ്രണവും മദ്യപിച്ചിട്ട് വന്നതും ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചതും വലിയ തെറ്റായിപ്പോയി. ആന്റിക്കത് വലിയ വിഷമമായി എന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലായിട്ട് എന്താ കാര്യം? പട്ടിയുടെ വാല് കുഴലിൽ നിന്ന് എടുത്തതുപോലെ നിങ്ങളെ വീണ്ടും പഴയപടി തന്നെ ആവുമല്ലോ.
ഈ വീട്ടിലിപ്പോ ഒരു കുറവുമില്ലാത്തത് വഴക്കുണ്ടാക്കലിന് മാത്രം. സ്വന്തം മക്കളെ തമ്മിൽ തല്ലുന്നത് കണ്ടോണ്ട് നിൽക്കാൻ ഒരമ്മയ്ക്കും പറ്റില്ല. നെഞ്ച് തകർന്നു പോകും.